ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ അമ്പലപ്പുഴയ്ക്ക് പോവാണ് കേട്ടോ. ഇന്നിപ്പോൾ അമ്പലപ്പുഴയിൽ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഹൽദി നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഊട്ടുപുരയിൽ കയറാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും കണ്ണനും പിന്നെ ലക്ഷ്മിയും മാമിയും ആര്യയും നിഖിലും ഇച്ചൂട്ടനും ഉണ്ട്. അച്ഛനും അമ്മയും രഞ്ജുവും തൊടുപുഴയിൽ തന്നെ നിന്നായിരുന്നു തലേ ദിവസം തന്നെ. എന്നിട്ട് അവിടെ നിന്നാണ് അമ്പലപ്പുഴയ്ക്ക് വന്നത്. അവരും പിന്നെ കസിൻസും ചിറ്റമാരും കൊച്ചന്മാരും അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ അമ്പലപ്പുഴയ്ക്ക് പോകുന്നത്. പോണ വഴിക്ക് ഇതേ ഫുഡ് കഴിക്കാൻ കയറി. പിള്ളേർക്കൊക്കെ അത്യാവശ്യം വിശപ്പായിട്ടോ, കുറച്ച് ലേറ്റായി ഞങ്ങളിവിടെ എത്തിയപ്പോൾ. പിന്നെ ഇവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായി, അതുകൊണ്ട് ഫുഡ് കിട്ടാനും കുറച്ച് ലേറ്റായി. ചേട്ടനും നിഖിലും മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞങ്ങൾ ന്യൂഡിൽസും പിന്നെ ഫ്രൈഡ് റൈസും പിള്ളേർക്ക് കൊടുക്കാനായിട്ട് അതാണ് എളുപ്പം. പക്ഷേ ഞങ്ങളുടെ ഫുഡ് കുറച്ച് ലേറ്റായിട്ടോ വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവർക്ക് വിളമ്പിയ കറികളൊക്കെ എടുത്ത് കഴിക്കുമായിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടോ. ഞങ്ങൾ ന്യൂഡിൽസും ഫ്രൈഡ് റൈസും ചില്ലി ഗോപി അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അതാകുമ്പോൾ പിള്ളേരും കഴിച്ചോളും, അവർക്കും ഇഷ്ടമായതുകൊണ്ട് അവർ തന്നെത്താനെ കഴിച്ചോളും. ഇനി മീൽസൊക്കെയാണ് ഓർഡർ ചെയ്യണമെങ്കിലും ചോറൊന്നും അത്ര താല്പര്യമില്ല കഴിക്കാനായിട്ട്. എന്തുകൊണ്ടും കൊടുക്കാനൊക്കെ എളുപ്പം ഞങ്ങൾക്ക് ഇതാണ് കേട്ടോ. ഇതാകുമ്പോൾ തന്നെ ഇരുന്ന് കഴിച്ചോളൂല്ലോ, ആവശ്യത്തിന് കഴിച്ചോളൂ. ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങളിതേ അമ്പലപ്പുഴ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അവിടെ അടുത്ത് തന്നെയാണ് റൂമൊക്കെ ബുക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങൾ റൂമൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് താഴെ കുറച്ച് പേരെ കണ്ടത്. ആരാണത്? അച്ഛനും കൊച്ചന്മാരും ഒന്ന് ചായ കുടിക്കണം. അപ്പോൾ ഞങ്ങളും അവിടെ നിർത്തി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി, അതുകൊണ്ട് ചെന്നിട്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നേരെ ചെന്നു, റെഡിയായി. യെല്ലോ ഡ്രസ്സാണ് കേട്ടോ എല്ലാവരും ഇട്ടേക്കുന്നത്, ഹൽദി ആണല്ലോ. അപ്പോൾ എല്ലാവരും യെല്ലോ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ ഓഡിറ്റോറിയം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, അങ്ങോട്ട് നടക്കാണേ. ഞങ്ങൾ കസിൻസ് മാത്രമാണ് കേട്ടോ ഹൽദിക്ക് പോകുന്നുള്ളൂ. ശരി, എനിക്കാണ് ഈ യാത്ര ചെയ്തതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും പരിപാടിയൊന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമലെത്തിയിട്ടോ. ഇതാണ് കല്യാണച്ചെറുക്കൻ, നേരത്തെ കാണിച്ചിരുന്നു. പിന്നെ ഞങ്ങളിതേ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ ഗ്രൂമിൻ്റെ ടീമിന് ഓരോ കണ്ണട പോലെ ഒക്കെ തന്നിരുന്നു. അത് പിള്ളേർക്കൊക്കെ ഞങ്ങൾ വെച്ച് കൊടുത്തു. ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ നേരത്തെ മുതൽ തലേ ദിവസത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഹൽദിയുടെ പ്രോഗ്രാം. പിന്നെ അവർക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവരെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, കാരണം ഞങ്ങളും കുറച്ച് നേരം ഓഡിറ്റോറിയത്തിൽ നിൽക്കേണ്ടി വന്നു. പിന്നെ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഹൽദിയിലേക്ക് വേണ്ടിയുള്ള സ്റ്റേജ് ഡെക്കറേഷൻ ഇതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഓറഞ്ചും യെല്ലോയും കൂടി ഉള്ളൊരു തീമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നേക്കാണ്. നമ്മുടെ പരിപാടി ശരിക്കും തുടങ്ങിയിട്ടില്ല കേട്ടോ. മഞ്ഞൾ തേക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അവർ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. ഇവിടെ തന്നെയാണ് കേട്ടോ നാളെ കല്യാണത്തിൻ്റെ പരിപാടിയും. പിന്നെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്റ്റേജിൽ കയറിയിട്ടോ. ഇനി ആ താമര പോലത്തെ ഒരു തളികയിൽ രണ്ടുപേരെ ഇരുത്തിയിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി സ്റ്റേജിൽ കയറിയിട്ടോ ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ ക്യാമറമാൻ ഞങ്ങളെല്ലാവരും അറേഞ്ച് ചെയ്തിരുത്തി. മൊത്തത്തിലൊരു മഞ്ഞ മയം, അവർ മാത്രമേ കേട്ടോ നീലയായിട്ടുള്ളൂ. ബാക്കി ഞങ്ങളെല്ലാവരും ഒരു മഞ്ഞ തീമിലാണ് വന്നേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒന്ന് ചെറുതായിട്ട് കുനിഞ്ഞും നിവർന്നും കാണിച്ചൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ ഇറങ്ങി ബോയ്സ് മാത്രമായിട്ട് സെപ്പറേറ്റ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ചേട്ടനും അപ്പൂട്ടനും അവർക്ക് മഞ്ഞളൊക്കെ തേച്ചു. പിന്നെ മധുരം കൊടുക്കാൻ കേട്ടോ, രണ്ടു പേർക്കും കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ. ഞങ്ങളും ഇതേപോലെ ഗേൾസ് ഓൺലി ഫോട്ടോ ഒക്കെ എടുത്തു, മധുരമൊക്കെ കൊടുത്തു. പക്ഷേ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാത്തത്. അത്യാവശ്യം ലേറ്റായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം, നേരത്തെ കിടന്നിട്ട് വേണം, നാളെ നേരത്തെ തന്നെ എഴുന്നേൽക്കണം. നമ്മുടെ അമ്പലത്തിൽ വെച്ചിട്ടാണ് കെട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചതേ റൂമിലേക്ക് നടക്കാൻ കേട്ടോ. ഇത് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ബോർഡാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് റൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.